വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ മെയ് മാസത്തിലെ ഫസ്റ്റ് കാർഡ് ദ തീം ഓഫ് ദ മന്ത് വന്നപ്പോൾ കിങ് ഓഫ് വാൺസ് ആണ്. കിങ് ഓഫ് വാൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം സക്സസ് ആണ് കാണുന്നത്. അപ്പോൾ ഈ മാസം നമുക്ക് ലോങ് ടേം സക്സസ്, ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പാഷൻ്റെ ലോകത്ത് ലോങ് ടേം സക്സസ് ആസ് എ ലീഡർ, അതാണ് ലോങ് ടേം സക്സസ്. അടുത്ത കാർഡ് എന്താണ്? കഴിഞ്ഞ മാസം ഹാങ് ഓവർ നോക്കുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരാളിവിടെ ഒരു നാണയം പിടിച്ച് നിൽക്കുകയാണ്. അതൊരു കൃഷിക്കാരനാണ്. അതായത് ഇയാൾ നേരത്തെ കൃഷി ചെയ്തിട്ട് ധനമൊക്കെ സമ്പാദിച്ച അനുഭവസ്ഥനാണ്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ മെത്തേഡ് ആരംഭിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും പണസമ്പാദനത്തിനായിട്ട് പുതിയൊരു മെത്തേഡ് ആരംഭിക്കാനായിട്ട് ഇയാൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തിക്ക് പേടിയുണ്ട്. പക്ഷേ ഈ കാർഡ് പറയണ റിസ്ക് എടുത്തിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് ഓവറോൾ ഈ മാസത്തെ എനർജി നോക്കുമ്പോൾ 7 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് സോർട്സ് പറഞ്ഞാൽ ബിട്രയൽ ഓർ ഡിസെപ്ഷൻ, അതായത് ചതിയാണ്. ചതിയെ സൂക്ഷിക്കുക എന്നാണ്. ചതി ഉണ്ടാവാൻ അല്ലെങ്കിൽ വഞ്ചന ഉണ്ടാവാൻ, അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഗെയിനു വേണ്ടി സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോഷ്യസ് ആയിട്ടിരിക്കുക, ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത കാർഡ് എന്താണ്? ഈ മാസം അവസാനം എങ്ങനെയുണ്ട് നോക്കുമ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി, ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ കാർഡാണ്. അപ്പോൾ പുതിയ ക്രിയേറ്റിവിറ്റിയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ ലാസ്റ്റ് കാർഡും പറഞ്ഞിരിക്കുന്നത്, പേജ് ഓഫ് കപ്സ് എന്നുള്ള കാർഡ്. അപ്പോൾ ഇതാണ് ഈ മാസത്തെ ഒരു ജനറൽ റീഡിംഗ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.